ദേ കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങി. വിലക്കുറവിന്റെ ഉത്സവം തുടങ്ങി. 4 ഇരട്ടി കളക്ഷൻ ഉണ്ടാവും. മലയാളികൾക്ക് ആടി സെയിൽ എന്ന് വെച്ചാൽ അത് കല്യാൺ സിൽക്സിന്റെ ആടി സെയിലാണ്. 4 ഇരട്ടി കളക്ഷനുകളും 50% വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. അങ്ങാടിപ്പുറത്തെ MC സ്റ്റുഡിയോയ്ക്ക് സമീപമുള്ള ജനനന്മ മെഡിക്കൽസിൽ ചൊവ്വാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. രാവിലെ കട തുറക്കാനായി എത്തിയ ജീവനക്കാരനാണ് കടയുടെ പൂട്ട് പൊളിച്ച രീതിയിൽ കണ്ടത്. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന ഒരു മൊബൈൽ ഫോണും 5000 രൂപയും കളവ് പോയിട്ടുണ്ട്. സംഭവത്തിൽ ജനനന്മ മെഡിക്കൽസ് ഉടമ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മോഷണവുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളും ലഭ്യമാണ്. ദിവസങ്ങൾക്ക് മുൻപ് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള കടയിലും മോഷണം നടന്നിരുന്നു. ഇതിന്റെയടക്കം CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഈ മോഷ്ടാവ് തന്നെയാണ് മെഡിക്കൽ ഷോപ്പിലും കയറിയതെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഞാൻ വന്ന് കട തുറന്നപ്പോ പൂട്ടില്ല, താറ്റിയിട്ടിരിക്കായിരുന്നു ഷട്ടർ. ഞങ്ങൾ തുറന്നു നോക്കിയിട്ട് ആദ്യം വന്ന് ക്യാഷ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് പൈസ ഒന്നും ഇല്ല, ചില്ലറ പൈസ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 5000 രൂപയുടെ ഏകദേശം പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഫോണ് കാണാനില്ല. അത് 2 മണിപ്പോൾ ആകെ പോയിരിക്കുന്നത്, വേറെ കാര്യമായിട്ടൊന്നും പോയിട്ടില്ല. കൂടുതൽ പൈസ വെക്കുന്നതാണ്, പക്ഷെ എന്തോ ഭയത്തിന് അപ്പുറത്തെ തുറന്നു കിടക്കണമെങ്കിൽ അതിൽ പൈസ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ചില്ലറ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് മുന്നേ 2 ആഴ്ച മുന്നേ അവിടുത്തെ ഒരു കടയിൽ കയറിയിട്ടുണ്ടാകും, പാലത്തിന്റെ അപ്പുറത്തൊരു കടയിൽ കയറിയിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. പോലീസുകാർ പറഞ്ഞു അയാൾ തന്നെയാണ് ഇവിടെ കയറിയിരിക്കുന്നതെന്നാണ് അവർ ഫോട്ടോ കാണിച്ചപ്പോൾ പറഞ്ഞത്. നമ്മുടെ അങ്ങാടിപ്പുറത്തെ കള്ളന്മാരുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി നമ്മളെ ജനനന്മ മെഡിക്കൽ ഷോപ്പിന്റെ ഷട്ടർ കുത്തി തുറന്ന് അതിൽ കയറി കാശുകളെല്ലാം എടുത്തു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 1 മാസം മുമ്പ് നമ്മൾ അങ്ങാടിപ്പുറം റെയിൽവേ ഗേറ്റിന്റെ അവിടെ സമാനമായൊരു കളവ് നടന്നിട്ടുണ്ട്. അതേ ആള് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒന്നാമത് ഈ ഗതാഗതക്കുരുക്കിന്റെ ഇടയിൽ കച്ചവടം ഇല്ല, ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ്, കച്ചവടക്കാരും വലിയ പ്രയാസത്തിലാണ്. ആ പ്രയാസത്തിന്റെ ഇടയിലാണ് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നടക്കുന്നത്. നിയമപാലകര് ശരിക്കും ഇതിൽ ശ്രദ്ധിക്കാതെ പോകാൻ, നാഷണൽ ഹൈവേന്റെ സൈഡിലാണ് ഈ സംഭവം ഇങ്ങനെ നടന്നത്. ജനങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ 24 മണിക്കൂർ സഞ്ചരിക്കുന്ന ഒരു റോഡാണ്. ഇവിടെ ഇങ്ങനെ കള്ളന്മാരെ ശല്യം ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ള സ്ഥലത്തിന്റെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കണം. അതുപോലെ തന്നെ രാത്രി പെട്രോളിങ് ശക്തമായി തന്നെ വേണമെന്നാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റിന്റെ ആവശ്യപ്പെടാനുള്ളത്. 1 മാസം മുമ്പ് ഇതുപോലെ സമാനമായ ഒരു സംഭവം നടന്നു. ഈ ആള് തന്നെയാണ് ആ പിക്ചറിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പോ അനാസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല അനാസ്ഥയാണ്. പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ള തെളിവാണ് ഇയാൾ വീണ്ടും വന്ന് അങ്ങാടിപ്പുറത്ത് സമാന രീതിയിൽ ഷട്ടർ കുത്തിപ്പൊളിച്ച് കളവ് നടത്തിയിട്ടുള്ളത്. ഗതാഗതക്കുരുക്ക് മൂലം ഏറെ ദുരിതത്തിലായ അങ്ങാടിപ്പുറത്തെ വ്യാപാരികൾക്ക് അതിലേറെ ദുരിതമായി മാറിയിരിക്കുകയാണ് മോഷണങ്ങളും. പോലീസിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ഇടപെടൽ വേണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളും പറയുന്നത്. മോഷണവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ഊർജിതമാണെങ്കിലും ഇതുവരെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket, exceeding expectations.